ഹായ്, ഇത് സാരി സ്റ്റീം അയൺ ചെയ്ത് പ്ലീറ്റ് എടുക്കുന്നത്. പ്ലീറ്റിങ് എടുത്ത് പല്ലു മുന്ത സെൻറ്റർ പ്ലീറ്റിങ് എടുത്ത് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ പോകണം. അതിന് മുന്താണിയുടെ പ്ലീറ്റ് റഫായിട്ട് നമ്മളൊന്ന് എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. ടേപ്പ് വെച്ച് മെഷർമെൻറ്റ് എടുക്കാം. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാരിയിൽ തന്നെ മെഷർമെൻറ്റ് എടുക്കുന്നതാണ് നമുക്ക് എളുപ്പം. ഇടത് ഭാഗത്തേക്ക് നമ്മളതിട്ട് പല്ലു എത്ര ആവശ്യമുള്ള നീളം. ഇപ്പം ചെരുപ്പിൻ്റെ ഇതുകൂടെ നോക്കണം. ഹീലിടുന്ന ആണെങ്കിൽ അതിൻ്റെ ഒരു ഹൈറ്റൂടെ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് വേണം മുന്താണിയുടെ നീളം നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്തിട്ട് ഇവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു സാരിയുടെ അവിടെ അളവെടുത്ത് മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ പിന്ന് കുത്തണം. ഇവിടെ ടേപ്പ് വെച്ചും മെഷർമെൻറ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ തനിയെ ചെയ്യണമെങ്കിൽ നമ്മൾ സാരി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ ഒരു പിന്നൂടെ എടുത്ത് എൻ്റെ ഉടുപ്പിൻ്റെ കൂടെ ഈ സാരി പിൻ ചെയ്ത് വയ്ക്കുക. കാര്യം അത് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അത് മെഷർമെൻറ്റ് ഭാഗമൊന്നുമല്ല. ഇനി ഈ പ്ലേറ്റ് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പം ഞാനിങ്ങനെ എടുത്ത് ഇവിടുന്ന് കവർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെയാണല്ലോ എടുക്കുന്നത്. ഇടുന്നതാ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയാണല്ലോ നമ്മൾ എടുക്കാറ്. അവിടെ നിന്ന് നമ്മുടെ ഈ കൈ അകലം 2 ഇങ്ങനെ അളന്നെടുക്കണം. അപ്പം ഇത്രയും വരും. അവിടെയും നമ്മൾ പിന്നൂത്തണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുത്തി. അപ്പോൾ ഇത് നമ്മൾ ടേപ്പ് വെച്ച് അളക്കുമ്പോൾ മുന്താണിയുടെ ഈ പല്ലുവിൻ്റെ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേണം നമ്മൾ ഈ മെഷർമെൻറ്റ് കറക്കിയെടുക്കാൻ ഇവിടം വരെ. ഇനി അടുത്ത് എടുക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ്. ഫസ്റ്റ് പ്ലീറ്റ് നമ്മൾ കുത്തുന്ന സാരി വലത് ഭാഗത്താണല്ലോ ആദ്യം കുത്തുന്നത്. അവിടെ നിന്നുള്ള പ്ലീറ്റ് വേണം നമ്മൾ എടുക്കാൻ. നമ്മളിവിടെ നിന്ന് ഇപ്പം ഞാൻ അവിടെ ഒരു പിന്നെ എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ പിന്നെ കുത്തി വയ്ക്കുക. അത് മെഷർമെൻറ്റ് ഭാഗമല്ല അവിടെ കുത്തുന്ന. പിന്നെ അത് ഊരി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അവിടെ നമ്മൾ ഇങ്ങനെ കറക്കി എടുക്കണം. കറക്കി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് അവിടെയും നമ്മളൊരു പിന്ന് കുത്തണം. അവിടെയും നമ്മളൊരു പിന്ന് കുത്തി. ഇത്രയാണ് മെഷർമെൻറ്റ്. ഇനി നമുക്കത് അയൺ ചെയ്യണം. അപ്പോൾ അയൺ ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ക്ലിപ്പ്. ഇങ്ങനത്തെ ക്ലിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇനി നമ്മുടെ സ്റ്റീം അയൺ ബോക്സ് അയൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സാരി നമുക്ക് അയൺ ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മൾ ഇവിടുത്തെ പ്ലീറ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് ഒരു മെഷർമെൻ്റ് ഉണ്ട്. അത് മെലിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ അതിൽ 11 മതി. ഈ പ്ലീറ്റിന് നമ്മളിങ്ങനെ പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റ് 11 മതി. ഇച്ചിരി ഉണ്ടെങ്കിൽ അതൊരു 12, 13 ആവും. പിന്നെ ഇവിടുന്ന് ഈ ലെന്ത് 10 സാധാരണ എടുക്കാറ്. അതുകൂടെ നോട്ട് ചെയ്തേക്കണം. പിന്നെ നമ്മൾ സാരി അയൺ ചെയ്യുമ്പോൾ നമ്മൾ മുന്താണി ഔട്ട്സൈഡ് അയൺ ചെയ്യുമ്പോൾ ആദ്യമേ തിരിച്ചിട്ടാന്ന് വെച്ചാൽ നല്ല ഭാഗം ബാക്കിലിട്ട് നമ്മുടെ അകത്തുടുക്കുന്ന ഭാഗമാണ് നമ്മൾ ഫ്രണ്ടിലിട്ട് അയൺ ചെയ്യുന്നത്. ഇങ്ങനെ വേണം, തിരിച്ചിട്ട് വേണം, പുറം തിരിച്ചിട്ട് വേണം അയൺ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് അയൺ ചെയ്യാം. അതെ, സ്റ്റീം അയണാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ ഇടത് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പ്ലേറ്റ് മടക്കുന്നു. അതാണ് നമ്മുടെ ശരിക്കുമുള്ള മെയിൻ പ്ലേറ്റ്. പല്ലുവിൻ്റെ മെയിൻ സെൻറ്റർ ഫ്രണ്ടിൽ വരുന്ന പ്ലേറ്റ് അതാണ് നമ്മളിപ്പോൾ മടക്കുന്ന പ്ലേറ്റ്. അങ്ങനെ നമ്മൾ അയൺ ചെയ്തു.
ചുളു ഇല്ലായിരിക്കണം സാരിക്ക്. ചുളിയുള്ള സാരിയിൽ ചെയ്യാൻ നിൽക്കരുത്. അവിടെ നമ്മൾ ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കണം. കറക്റ്റ് സെൻറ്ററിലേക്ക് മടക്കണം. ഇതുപോലെ കണ്ടല്ലോ. എന്നിട്ട് വീണ്ടും നമ്മൾ കറക്റ്റ് അവിടെ അയൺ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന് നിവർത്തിയിട്ട് ആ പോർഷനിൽ വീണ്ടും സെൻറ്റർ, നമ്മൾ അയൺ ചെയ്തെടുത്ത പോർഷനിൽ വീണ്ടും അതിൻ്റെ സെൻറ്റർ അതിൽ നമ്മൾ സ്പ്രേ ചെയ്ത് അയൺ ചെയ്യും. വീണ്ടും അതിൻ്റെ സെൻറ്റർ, ഇപ്പം എടുത്തതിൻ്റെ സെൻറ്റർ വെള്ളം സ്പ്രേ ചെയ്തിട്ട് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അയൺ ചെയ്യും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ഈ സെൻറ്ററിലേക്ക് അവിടുന്ന് ഈ സെൻറ്ററിലേക്ക്. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ കണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ മുന്താണിയുടെ അറ്റം വരണ്ടേ. കണ്ടല്ലോ, ഇതുപോലെ കണ്ടല്ലോ. ഇതുപോലെ തന്നെ ബാക്കി അങ്ങോട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിന് വേണ്ടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ ഈ ക്ലിപ്പ് എടുത്ത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത്, എന്നിട്ട് നമ്മൾ വീണ്ടും പ്ലീറ്റ് അങ്ങനെ തന്നെ എടുക്കാം. പല്ലുവിൻ്റെ എടുത്ത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ ഇവിടുത്തെ ഇതാണ്. ഇവിടുത്തെ നമ്മൾ പറഞ്ഞല്ലോ ഞാനിപ്പോൾ 11 എടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങനെ 11 വരുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മളിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ വീതിയാണ് ഈ 11 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഉള്ള മനസ്സിലായല്ലോ. നമ്മൾ വീണ്ടും നന്നായിട്ട് അങ്ങ് അയൺ ചെയ്ത് ആ പ്ലേറ്റ് അങ്ങനെ തന്നെ നന്നായിട്ട് അങ്ങ് അയൺ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിനെ നമ്മൾ വീണ്ടും അങ്ങോട്ട് ഇട്ട് പിന്നെ നമ്മളിങ്ങനെ ഈ ഭാഗത്തുള്ള അതിവിടെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി കൂടെ ഇതാക്കിയിട്ടൊന്ന് അയൺ ചെയ്യാം.
കഴിഞ്ഞു. എൻ്റെ നമ്മുടെ സെൻറ്റർ പ്ലേറ്റ് എടുക്കാനുള്ള മെഷർമെൻറ്റ് ഇവിടെ ഒരു പിന്നൂത്തിയിട്ടുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേണം ആ പ്ലേറ്റ് എടുക്കാൻ. നമുക്ക് ആ പ്ലേറ്റ് എടുക്കാം. ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അതിനുവേണ്ടി എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്താൽ ഞാൻ നിങ്ങൾക്കിത് സെൻറ്റർ പ്ലേറ്റും ഫ്ലിപ്പ് പ്ലേറ്റും എടുത്ത് നല്ല ഭംഗിയായിട്ട് അയൺ ചെയ്ത് സ്റ്റീം ചെയ്ത് തരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.